ഹൈ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് 8ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററായ പാരലോഗ്രാംസ് അഥവാ സാമാന്തരികങ്ങളിലെ 5th പാർട്ടാണ്. അതായത് ഏരിയ അഥവാ പരപ്പളവ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കൊരു റെക്റ്റാങ്കിളിൻ്റെ അഥവാ ചതുരത്തിൻ്റെ പരപ്പളവ് കാണാൻ അറിയാം, ഏരിയ കാണാൻ അറിയാം. പാദം ഗുണം ലംബമാണ്, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. നമുക്കൊരു പാരലോഗ്രാം അഥവാ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് എങ്ങനെയാണ് കാണുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡയഗണൽ അഥവാ വികരണം വരയ്ക്കുകയാണ്. ഒരു വികരണം വരച്ചപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾസ് ആണ് കിട്ടിയത്, അല്ലെ? 2 ത്രികോണങ്ങൾ കിട്ടി. ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ കൂടെ രണ്ടാമത്തെ ത്രികോണത്തിന്റെ പരപ്പളവ് കൂട്ടുമ്പോൾ മുഴുവൻ സാമാന്തരികത്തിന്റെ പരപ്പളവായി. 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ കാണുക, സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഏരിയ കാണുക, ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ പാരലോഗ്രത്തിന്റെ ഏരിയ കിട്ടും. ഇപ്പോൾ ഇവിടെ ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്നത് എങ്ങനെയാണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള മെത്തേഡ്. അപ്പോൾ നമുക്ക് ഹൈറ്റ് വരയ്ക്കാം. അപ്പോൾ ഈ ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു പാദം ഗുണം ലംബം. ഞാനിവിടെ പേര് കൊടുക്കുകയാണ്, ABCD എന്ന് പേര് കൊടുക്കുകയാണ്. അപ്പോൾ പാദം എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് AB ആണ്, ഇൻറ്റു ഹൈറ്റ് ഈ റെഡ് ലൈനാണ്, അതിന് H എന്ന് ഞാൻ കൊടുക്കാം ആണല്ലോ. ഇനി രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയയും നമുക്ക് കാണാം. അവിടെയും നമുക്ക് ഹൈറ്റ് വരയ്ക്കുമ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റ് ആണല്ലോ, ആ സെയിം ഹൈറ്റ് ആയിരിക്കുമല്ലോ. കാരണം പാരലോഗ്രാം ആണ്. പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ സമാന്തരമാണ്, പാരലൽ ആണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ, ഈ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയയും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതെന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു അവിടെ ബേസ് ആയിട്ട് വരുന്ന CD അല്ലേ, ഹാഫ് ഇൻറ്റു CD ഇൻറ്റു ഈ ഹൈറ്റ് തന്നെയാണ് അവിടത്തെയും ഹൈറ്റ്. അപ്പം അതിന് H എന്ന് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴല്ലേ നമുക്ക് ടോട്ടൽ ഈ പാരലോഗ്രത്തിന്റെ അഥവാ സാമാന്തരികത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് കിട്ടുന്നത്. ഇനി നമുക്കറിയാവുന്ന എന്താണ്? ഇതൊരു പാരലോഗ്രാം ആകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ, അതായത് ഈ ABയും CDയും ഈക്വൽ അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതിന് പകരം ഒന്നിന്റെ ഇരട്ടി കണ്ടുപിടിച്ചാലും മതിയല്ലോ, അല്ലെ? ABയും CDയും തുല്യമായതുകൊണ്ട് 2 times ഹാഫ് ഓഫ് AB ഇൻറ്റു H എന്ന് എഴുതാവല്ലോ ഇതിനെ മുഴുവനും കൂടെ. അപ്പൊ 2 times ഹാഫ് എന്ന് പറയുന്നത് 2 കൂടെ ക്യാൻസൽ ആവും. AB രണ്ടിടത്തും ABയും CDയും തുല്യമായിട്ട് AB എന്ന് എഴുതാം, ഇൻറ്റു H എന്ന് എഴുതാവല്ലോ. അപ്പോൾ 1 ഇൻറ്റു AB ഇൻറ്റു H എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. എന്തിൻ്റെ ഏരിയ? പാരലോഗ്രത്തിന്റെ ഏരിയ അഥവാ സാമാന്തരികത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് പാദം ഗുണം ഉയരം അഥവാ ലംബം എന്ന് പറയാം. ഇനി ഇങ്ങനെ തന്നെ നമുക്ക് ലംബം വരയ്ക്കണമെന്നില്ലല്ലോ, അല്ലെ? നമുക്ക് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വേണേലും ലംബം വരയ്ക്കാം. എന്താണെങ്കിലും ഈ ത്രികോണത്തിന്റെ പരപ്പളവ് തുല്യം തന്നെയല്ലേ? ഇവിടെ നിന്ന് ലംബം വരച്ചാലും ഇവിടെ നിന്ന് ലംബം വരച്ചാലും നമുക്ക് പരപ്പളവ് സെയിം ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും ആൻസർ സെയിം തന്നെയാണ്. ഇനി ഒരു പാരലോഗ്രാം അഥവാ സാമാന്തരികം എങ്ങനെ വരയ്ക്കാം? അതായത് 2 വശങ്ങളുടെ നീളങ്ങളും പരപ്പളവും തന്നാൽ ഒരു സാമാന്തരികത്തിനെ എങ്ങനെ വരയ്ക്കാം? ഒരു പാരലോഗ്രത്തിന്റെ 2 സൈഡ്സും അതിന്റെ ഏരിയയും തന്നാൽ ആ പാരലോഗ്രത്തിനെ എങ്ങനെ വരയ്ക്കാം എന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ചോദ്യം നോക്കിക്കുക. അതായത് വശങ്ങളുടെ നീളം 6 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, സൈഡ്സ് 6 സെന്റിമീറ്റർ ആൻഡ് 4 സെന്റിമീറ്റേഴ്സ് ആണ് തന്നിട്ടുണ്ട്. ഏരിയ അഥവാ പരപ്പളവ് 18 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പാരലോഗ്രാം നമുക്ക് വരയ്ക്കണം, ഒരു സാമാന്തരികം വരയ്ക്കണം. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയ. അപ്പോൾ നമുക്കിവിടെ 6 സെന്റിമീറ്റേഴ്സും 4 സെന്റിമീറ്റേഴ്സും ഉണ്ട്. അപ്പൊ ബേസ് ആണ് നമുക്ക് എടുക്കേണ്ടത്, അല്ലെ? ബേസ് അല്ലേ ആദ്യം വരയ്ക്കേണ്ടത്, എന്നിട്ടാണല്ലോ ബാക്കി നമ്മൾ നോക്കുന്നത്. അപ്പൊ ബേസ് 6ന്റെ ടേബിൾ 6 സെലക്ട് ചെയ്യണോ 4 സെലക്ട് ചെയ്യണോ? ബേസ് ആയിട്ട് 6ന്റെ ടേബിളിലാണോ 18 ഉള്ളത്, 4ന്റെ ടേബിളിലാണോ 18 ഉള്ളത് നോക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം 6ന്റെ ഗുണനപ്പട്ടികയിലാണ് 18 ഉള്ളത്.
അപ്പോൾ നമ്മൾ ബേസ് ഫിക്സ് ചെയ്തു 6 സെന്റിമീറ്റർ അല്ലെ. 6 ഗുണം 3 അല്ല 6 3s അല്ല 18. അപ്പൊ ഹൈറ്റ് എത്ര കിട്ടി? 3 സെന്റിമീറ്റർ കിട്ടി. അപ്പൊ ബേസ് ആദ്യം നമുക്ക് 6 സെന്റിമീറ്റേഴ്സ് വരയ്ക്കുക. എന്നിട്ട് ഹൈറ്റ് നമുക്ക് ഇവിടെ വേണേലും വരയ്ക്കാം, ഇവിടെ വേണേലും വരയ്ക്കാം. കാരണം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ റെഡ് കളറിൽ ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഈ അറ്റത്ത് വരച്ചാലും മാറുന്നില്ല, ഇവിടെ വരച്ചാലും മാറുന്നില്ല, നടുക്ക് വരച്ചാലും മാറുന്നില്ല. അപ്പൊ ഈ ഹൈറ്റ് 3 സെന്റിമീറ്റർ എടുക്കാവല്ലോ അല്ലെ. ഇവിടെ സാമാന്തരികത്തിന്റെയും എതിർവശങ്ങൾ സമാന്തരമാണ്, പാരലോഗ്രത്തിന്റെയും ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. അപ്പൊ ഇതിന് പാരലായിട്ട് ഇവിടെ നമ്മൾ ഈ 3 സെന്റിമീറ്ററിൽ നമ്മൾ എന്ത് വരയ്ക്കുന്നു? ഒരു ലൈൻ വരയ്ക്കുന്നു. പക്ഷെ നമുക്കിത് ഇങ്ങനെ വരച്ചു പോയാൽ റെക്റ്റാങ്കിൾ ആയി പോകും അല്ലെ. നമുക്ക് രണ്ടാമത്തെ സൈഡിന്റെ ലെങ്ത് എത്ര തന്നിരിക്കുന്നത്? 4 സെന്റിമീറ്റർ തന്നിരിക്കുന്നത്. ആ 4 സെന്റിമീറ്റർ നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ നിന്ന് രണ്ടാമത്തെ സൈഡ്, ഇതാണ് ഫസ്റ്റ് സൈഡ്, രണ്ടാമത്തെ സൈഡ് ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞ് കിട്ടണം. അപ്പൊ ഇവിടെ 4 സെന്റിമീറ്റർ എടുത്ത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് അത് ജോയിൻ ചെയ്യുക. അപ്പൊ ഇവിടെയാണ് രണ്ടാമത്തെ സൈഡ് വന്നത്. ഈ ഹൈറ്റ് 3 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ പാരലോഗ്രാം ലാസ്റ്റ് വരച്ചു കഴിയുമ്പം ഈ ഹൈറ്റിന്റെ ആവശ്യം നമുക്കില്ല അല്ലെ. ഇനി ഇവിടെ നിന്ന് 6 സെന്റിമീറ്റർ ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കുക. ഇവിടെ നിന്ന് 4 എടുത്ത് വരച്ചു കഴിഞ്ഞ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പാരലോഗ്രാം കിട്ടും. നമുക്ക് ആദ്യം 6 സെന്റിമീറ്റർ വരയ്ക്കാം. ഈ 6 സെന്റിമീറ്ററിലെ ഏതെങ്കിലും ഒരറ്റത്ത് നമുക്ക് ലംബം വരയ്ക്കാം, പെർപെൻഡിക്കുലർ വരയ്ക്കാം. അതിന് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചോ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രി എടുക്കുകയോ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ലംബം വരച്ചു. നമുക്ക് 3 സെന്റിമീറ്റർ ആണ് ലംബത്തിന്റെ നീളമായിട്ട് കിട്ടിയത്. കാരണം 18 = 6 ഗുണം 3. 6 നമ്മൾ ബേസ് ആയിട്ട് എടുത്തു. 6 ഗുണം 3 18 ആണ്. അപ്പൊ 3 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. ഈ 3 സെന്റിമീറ്ററിൽ കൂടെ ഒരു സമാന്തര വര വരയ്ക്കണം, ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. അതിന് നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് പാരലൽ ലൈൻ വരയ്ക്കാം. 6 സെന്റിമീറ്റർ ഒന്നും ഇല്ല, നമുക്ക് നീട്ടി അങ്ങ് വരയ്ക്കാം. 4 സെന്റിമീറ്റർ കോമ്പസിലെടുത്ത് ഇവിടെ നിന്ന് ആർക്ക് വരയ്ക്കുക. അതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ വശവും കിട്ടി. അപ്പോൾ ഇതാണ് 4 സെന്റിമീറ്റർ. അതേ അളവ് തന്നെ ഇവിടെ നിന്നും എടുത്ത് മാർക്ക് ചെയ്യാമല്ലോ. അത് ഈ വരയെ കട്ട് ചെയ്യുന്ന പോയിന്റാണ് 4ാമത്തെ വെർട്ടെക്സ്. അപ്പോൾ അവിടേക്ക് ജോയിൻ ചെയ്യാം. ഈ മുകളിലത്തെ 6 സെന്റിമീറ്റർ കോമ്പസ് എടുത്ത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിനങ്ങ് നീട്ടി വരച്ചാൽ മതി. നീട്ടി വരച്ചിട്ട് ഇവിടെ നിന്ന് 4 സെന്റിമീറ്റർ എടുക്കുക. അപ്പോൾ നമുക്ക് സാമാന്തരികം പൂർത്തിയാക്കാൻ സാധിക്കും. ഇനി നമുക്ക് പേജ് നമ്പർ 187 ഒന്നാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ വശങ്ങളുടെ നീളം 5 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഏരിയ അഥവാ പരപ്പളവ് 25 സ്ക്വയർ സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്, ചതുരശ്ര സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഏരിയ എന്ന് പറയുമ്പോൾ പാദം ഗുണം ലംബമാണ് അല്ലെ. പാദം ഗുണം ലംബം, പാദത്തിന്. അപ്പൊ 25 ഏതിന്റെ ഗുണന പട്ടികയിൽ വരുമെന്ന് നോക്കുക. 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണോ 6ന്റെ ടേബിളിലാണോ വരുന്നത് നോക്കുക. അപ്പൊ 5ന്റെ ടേബിളിലെ വരത്തുള്ളല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ പാദം ബേസ് ആയിട്ട്, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. അപ്പൊ ബേസ് ആയിട്ട് 5 എടുക്കുക. പിന്നെ ഹൈറ്റ് എത്രയേ വരത്തുള്ളൂ? 5 ഗുണം 5 ആണ് 25 അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം 5 സെന്റിമീറ്റർ വരയ്ക്കാം. ബേസ് 5 സെന്റിമീറ്റർ വരച്ചു. ഇനി ഏതെങ്കിലും ഒരറ്റത്ത് ലംബം വരയ്ക്കുക. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വേണമെങ്കിലും വരയ്ക്കാം. ഞാൻ നേരത്തെ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് കാണിച്ചു. ഇതിൽ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് 5 സെന്റിമീറ്റർ നമുക്ക് വരയ്ക്കാം. അപ്പം ഉയരവും 5 ആയി. ഇനി ഇവിടെ നിന്ന് ലംബം വരയ്ക്കണം. അതായത് ഈ ബേസിന്, പാദത്തിന് സമാന്തരമായിട്ടൊരു വര വരയ്ക്കണം. നീട്ടി വരയ്ക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ വശമായിട്ട് തന്നിരിക്കുന്ന 6 സെന്റിമീറ്റർ ആണ്. ആ 6 സെന്റിമീറ്റർ കോമ്പസിൽ അളന്നെടുക്കാം. ആ 6 സെന്റിമീറ്റർ പാദത്തിന്റെ ഈ അറ്റത്ത് നിന്ന് നമ്മൾ ഒരാർക്ക് വരച്ച് കട്ട് ചെയ്യുക. ഇപ്പൊ രണ്ടാമത്തെ വശമായ 6 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. ഇനി ഇവിടെ നിന്ന് 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്യണം. ഇപ്പൊ കോമ്പസിന്റെ അളവ് മാറ്റേണ്ട ആവശ്യമില്ല.
അതിവിടെ കട്ട് ചെയ്യുന്ന പോയിന്റ് എടുക്കുക. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് പാരലോഗ്രാം അഥവാ സാമാന്തരികം കംപ്ലീറ്റ് ആയി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് പേജ് നമ്പർ 187 രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ ചോദ്യത്തിൽ ഏരിയ അഥവാ പരപ്പളവ് 25 സ്ക്വയർ സെന്റിമീറ്റർ ആണെന്നും പെരിമീറ്റർ അഥവാ ചുറ്റളവ് 24 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഏരിയയിൽ നിന്നാണ് തുടങ്ങേണ്ടത് അല്ലെ. ഇവിടെ പാദവോ ലംബവോ ഒന്നും തന്നിട്ടില്ല. ഉയരം, വശങ്ങളുടെ 2 വശങ്ങളുടെ നീളം അങ്ങനെയൊന്നും തന്നിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് ഏരിയ നോക്കാം. ഏരിയ 25 ആകുമ്പോൾ പാദവും ഉയരവും എത്ര വരണം? 25ന് 5 × 5 എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ ആദ്യത്തെ 5നെ നമുക്ക് പാദവാക്കി എടുക്കാം അല്ലെ. രണ്ടാമത്തതിന് ഉയരവാക്കിയും എടുക്കാം. ബേസ് 5 ആണ്, ഹൈറ്റും 5 ആണ്. ഓക്കെ, അപ്പൊ ബേസ് 5 വന്നാല് ഓപ്പോസിറ്റ് സൈഡും 5 തന്നെയല്ലേ. അപ്പൊ രണ്ടാമത്തെ വശം നമുക്ക് കണ്ടുപിടിച്ചാൽ മതിയല്ലോ അല്ലെ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 വശങ്ങളുടെ നീളം കൊണ്ടും കൂടെ കൂട്ടുന്നതാണ് ചുറ്റളവ്. നമുക്കറിയാം ഒരു പാരലോഗ്രത്തിന്റെ അഥവാ സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണെന്ന് നമുക്കറിയാം. അപ്പൊ 2 വശങ്ങൾ കൂട്ടുമ്പോൾ 12 കിട്ടും അല്ലെ. 24ന്റെ പകുതി 12 കിട്ടും. അതിൽ ഒരു വശം 5 ആണെന്ന് നമുക്ക് കിട്ടി. അതായത് 24ന്റെ പകുതി 12നെ നമുക്ക് 5ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 12 കിട്ടുന്നത്? 7 കൂട്ടുമ്പോഴാണ്. നമുക്ക് പാദം 5 കിട്ടി. രണ്ടാമത്തെ വശം 7 ആയിട്ട് എടുക്കാം. മനസ്സിലായ? 7 × 5 12 ആണ്. 12ന്റെ ഇരട്ടിയല്ലേ 24. പെരിമീറ്റർ ചുറ്റളവ് 24 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം പാദം 5 സെന്റിമീറ്റർ വരയ്ക്കാം. 5 സെന്റിമീറ്റർ വരച്ചു. ഒരറ്റത്ത് നമുക്ക് ലംബം വരയ്ക്കാം. ലംബവും 5 തന്നെയാണ്. ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. നീട്ടി വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടാമത്തെ വശമായിട്ട് 7 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. ആ 7 സെന്റിമീറ്റർ ഇവിടെ നിന്ന് കുത്തി എടുക്കുക. കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുക. കോമ്പസിൽ 7 സെന്റിമീറ്റർ എടുത്ത് ഇവിടെ മെറ്റൽ ടിപ്പ് വെച്ചിട്ട് ഇതിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. അപ്പം നമുക്ക് രണ്ടാമത്തെ വശവും കിട്ടി. 7 സെന്റിമീറ്റർ രണ്ടാമത്തെ വശം കിട്ടി. ഇനി ഇവിടെ നിന്നും 7 സെന്റിമീറ്റർ കോമ്പസിന്റെ അളവ് മാറ്റണ്ട. 7 സെന്റിമീറ്റർ ആക്കി എടുത്ത് വരച്ചാൽ മതി. ആർക്ക് വരയ്ക്കുമ്പോൾ അവിടെ കട്ട് ചെയ്തോളും. പാരലോഗ്രാം അഥവാ സാമാന്തരികം പൂർത്തിയാക്കി. 2 വടങ്ങളും വരച്ചു പഠിക്കുക.